ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് പിന്നാലെ പ്രതിരോധത്തിലായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം അവർക്കുവേണ്ടി കേന്ദ്രമന്ത്രിമാർ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് LDFും UDFും ഉന്നയിക്കുന്നത്. ബി.ജെ.പി. മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇടപെട്ടതെന്ന വാദമുയർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിവാദങ്ങൾക്കിടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ വലിയ പ്രതിരോധത്തിലാണ് ബി.ജെ.പി. നേതൃത്വം. സഭാ നേതൃത്വം ഒന്നാകെ ഇന്നലെ തെരുവിലിറങ്ങിയതോടെ ആകെ പെട്ട അവസ്ഥയിലാണ് ബി.ജെ.പി. അതിനിടയിലാണ് LDFിന്റെയും UDFിന്റെയും രാഷ്ട്രീയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. കേന്ദ്രമന്ത്രിമാർക്ക് നേരെ വിരൽ ചൂണ്ടിയാണ് ഇരു മുന്നണികളും രംഗത്തെത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ മോചനത്തിന് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. കേക്കുമായി പള്ളികളിലും വീടുകളിലും എത്തുന്ന ബി.ജെ.പി. നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? ക്രിസ്തീയ വിഭാഗത്തെ ബി.ജെ.പിയുമായി അടുപ്പിക്കാനാണ് ജോർജ് കുര്യന് മന്ത്രിപ്പണി ലഭിച്ചത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് ജോർജ് കുര്യൻ ഇപ്പോൾ പറയുന്നത്. ഗോൾവാക്കറുടെ വിചാരധാരയാണോ കുര്യന്റെ നിയമമെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ MB ഗോവിന്ദൻ ചോദിക്കുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് കോൺഗ്രസ് നേതാവ് MK രാഘവൻ MP ആരോപിച്ചു. മലയാളിയായിട്ടുള്ള ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ? മലയാളി സമൂഹത്തോടും ക്രൈസ്തവ സഭയോടും ഈ കേന്ദ്രത്തിലെ 2 മന്ത്രിമാർ കാണിച്ച കുറ്റകരമായ അനാസ്ഥ ഒരിക്കലും മാപ്പറിയിക്കില്ല. ആകെ പ്രതിരോധത്തിലാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ശരീരഭാഷയും വാക്കുകളും. എൻ്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും. ബി.ജെ.പി. അല്ല പിടിച്ചു പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT-യാണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നത് ബി.ജെ.പി. മാത്രമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും പറയുന്നത്. ഇനി 1-2 ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.